ശുദ്ധൻ ദുഷ്ടന്റെ ഫലം ചെയ്യും, വെളുക്കാൻ തേച്ചത് പാണ്ടാകും. നമസ്കാരം, ഞാൻ ഡോക്ടർ ട്രേസിമോൾ മത്തായി, കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ് ഫ്രം മൈൻഡ് ബ്യൂട്ടി. ലെറ്റ് അവർ മൈൻഡ് ഷൈൻ. പ്രാവുകളെ പോലെ നിഷ്കളങ്കരായിരിക്കുക, പാമ്പിനെ പോലെ വിവേകമുള്ളവരായിരിക്കുക എന്നെല്ലാം പറയും. നിഷ്കളങ്കതയുടെയും തിരിച്ചറിവിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നല്ലത്. ഇൻ എ വേ, മെച്യൂരിറ്റി ഈസ് ഓൾ അബൌട്ട് ലൂസിങ് യുവർ ഇന്നസെൻസ്. എന്നെ പോലെ എല്ലാവരും സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിരിക്കും എന്നാണ് കുറേ പേര് ചിന്തിക്കുന്നത്. അനുഭവം കൊണ്ട് കുറേ പേരെല്ലാം തിരിച്ചറിയും, ചിലർക്കതിന് സാധിക്കുകയുമില്ല. ചില ആൾക്കാർ മീഡിയേഷൻ വേണ്ടി ചർച്ച ചെയ്യാനായിട്ട് ചെല്ലും. അപ്പോൾ അവരുടെ ഇനീഷ്യേറ്റീവിൽ ചർച്ച തുടങ്ങും. എന്നിട്ട് ആ ചർച്ച പകുതി വെച്ച് അവരുടെ പെട്രോൾ തീരുകയോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിലേക്ക് പോവുകയോ ചെയ്യും. അപ്പോൾ എന്തു സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ ഹെൽപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുടെ കാര്യം പകുതി പറഞ്ഞു നിർത്തി അവരവിടെ നിന്ന് പോവുകയും നേരെ ഓപ്പോസിറ്റ് ഇഫക്റ്റ് ഉണ്ടാകുകയും ചെയ്യും. ഉദാഹരണത്തിന്, എല്ലാവരും പറയുന്നത് ഇയാൾ ഇവിടെ ഒന്നും ചെയ്യുന്നില്ലെന്നാണ്. ഇത്ര പറഞ്ഞ് എന്തോ വേറെ ഫോൺ വന്നോ അല്ലെങ്കിൽ വേറൊരു കാര്യത്തിനോ അവിടെ നിന്ന് വിട്ടുപോയി അല്ലെങ്കിൽ നിർത്തി. പിന്നെ അപ്പോൾ അവിടെ വെച്ച് നിർത്തുമ്പം ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കൂടുതൽ ഗുണം വരികയാണ് ചെയ്യുന്നത്. പക്ഷെ ആ സെൻറ്റൻസ് കംപ്ലീറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പക്ഷേ എനിക്കറിയാം ഇന്നിന്ന കാര്യങ്ങൾ, ഇത്ര കാര്യങ്ങൾ വളരെ കാര്യമായിട്ട് ഇയാളാണ് ഇവിടെ ചെയ്യുന്നത്, അത് മറ്റുള്ളവർക്കെല്ലാം അറിയുന്ന കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അത് ശരിയല്ല, അത് കൃത്യമായിട്ട് പറയേണ്ട, അത് കംപ്ലീറ്റ് പറയാതെ പറയുമ്പോൾ അവിടെ വെളുക്കാൻ തേച്ച് പാണ്ടായ പോലത്തെ ഒരു അവസ്ഥയാണ്. ഇതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് എൻ്റെ ഓർമ്മയിൽ വരികയാണ്. എൻ്റെ ഒരു കൂട്ടുകാരത്തിയുടെ അനുഭവമാണ് ഞാൻ പറയുന്നത്. കൂട്ടുകാരത്തി 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു ബോർഡിങ്ങിൽ നിൽക്കുകയുണ്ടായി. അപ്പോൾ ആ ബോർഡിങ്ങിലെ വാർഡനും ക്ലാസ് ടീച്ചറും 2-3 സബ്ജക്റ്റ് പഠിപ്പിക്കുന്നതും ഒരാൾ തന്നെയാണ്. അവർ വളരെ സാഡിസ്റ്റിക് പ്ലഷർ, കോർപ്പറൽ പണിഷ്മെൻറ്റ് കൊടുത്ത് ചെയ്യുന്ന ഒരാളായിരുന്നു. എല്ലാവരും ആ സ്കൂളിലേക്ക് ജോയിൻ ചെയ്ത ആ കുട്ടിയെ വളരെ സഹതാപത്തോട് നോക്കുന്നുണ്ടായിരുന്നു എന്ന് ആ കുട്ടി പറഞ്ഞു. പക്ഷേ അതെന്താണെന്ന് മനസ്സിലായില്ല. ഒരുപാട് സ്കൂളിൻ്റെ റിസൾട്ടിന് വേണ്ടിയും എല്ലാം ഒരുപാട് അടി എല്ലാ ദിവസവും ആ കുട്ടി കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ ആ കുട്ടി അതെല്ലാം കൊണ്ട് വളരെ സങ്കടത്തോടെ ആണെങ്കിലും അതെല്ലാം കൊള്ളുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഈ കുട്ടിയുടെ വളരെ സ്നേഹനിധിയായ അച്ഛൻ വന്നപ്പോൾ അറിയാതെ പൊട്ടിക്കരഞ്ഞു പോയി. അന്ന് കുറച്ച് കൂടുതൽ അടി കൊണ്ട ദിവസമായിരുന്നു. അച്ഛൻ വികാരാധീനനായി ഒന്നും പറയാതെ സ്കൂളിൽ നിന്നും പോയി. അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. തൻ്റെ മകൾ ഇത്രയും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു. ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത് സാരമില്ല, പോട്ടെ, 5-6 മാസം വെയിറ്റ് ചെയ്താൽ പോരെ, പിന്നെ എല്ലാം കഴിയില്ല, ഇതെല്ലാവർക്കും ഉള്ളതല്ലേ, അല്ലെങ്കിൽ എങ്ങനെയും പിടിച്ചു നിൽക്കുക, ഇനിയിപ്പം സ്കൂൾ ഫൈനൽ എക്സാം അല്ലേ, ഈ സമയത്ത് TC എല്ലാം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നത് ബുദ്ധിമുട്ടല്ലേ എന്നെല്ലാം ഇത്രേ ആ കുട്ടിക്ക് ആവശ്യമുണ്ടായിരുന്നുള്ളൂ, 10-14 വയസ്സുള്ള ആ കുട്ടിക്ക്. പക്ഷേ ആ അച്ഛൻ വീട്ടിൽ പോയി അച്ഛൻ്റെ കസിനായ ഹെഡ് മിസ്ട്രസ്സിന് ഒരു ലെറ്റർ എഴുതി. എൻ്റെ മകളെ ജയിൽ പുല്ലിയെ പോലെയാണ് അവിടെ ഇട്ട് പീഡിപ്പിക്കുന്നത് എന്നെല്ലാം പറഞ്ഞു. പക്ഷേ ഈ അച്ഛൻ അറിയുന്നില്ല, ഈ പ്രിൻസിപ്പളും ഹെഡ് മിസ്ട്രസ്സും ഈ ബോർഡിംഗ് വാർഡനും ചങ്കുകളായിരുന്നു എന്നുള്ളത്. അങ്ങനെ ലോക്കൽ ഗാർഡിയൻ ഒരു ദിവസം ഈ കുട്ടിയെ കാണാൻ വന്നു, ഈ ലെറ്ററും കയ്യിൽ പിടിച്ചുകൊണ്ട്. ആ കുട്ടി പാനിക്കായിട്ട് പറഞ്ഞു, ഒരു നിമിഷം ആ സ്കൂളിൽ ആ കുട്ടി നിൽക്കില്ല, ഉടനെ ആ കുട്ടിയെ അവിടെ നിന്ന് മാറ്റണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ എല്ലാം പറഞ്ഞ് സെറ്റാക്കിയിട്ടുണ്ട്, ഇനി എക്സാമിനുള്ള ഡേയ്സൊക്കെ വരാൻ പോവുകയാണ്, അതുകൊണ്ട് അങ്ങനെ ഒരുപാട് ചേഞ്ചൊന്നും വേണ്ട, കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പക്ഷേ ആ കുട്ടിക്ക് അന്ന് തുടങ്ങി അവിടെ മാനസികവും വൈകാരികവുമായ പീഡനമാണ് നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. 14 വയസ്സ് മാത്രം പ്രായമുള്ള ആ കുട്ടിക്ക് ആ ബോർഡിംഗ് വാർഡൻ ആ സ്കൂളിലെ അടി, കോർപ്പറൽ പണിഷ്മെൻ്റ് അതോടുകൂടി സ്റ്റോപ്പ് ചെയ്യുകയും ഈ കുട്ടിയെ ടാർഗറ്റ് ചെയ്യുകയും ഇമോഷണൽ ആൻഡ് മെൻ്റൽ ടോർച്ചർ സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ഈ കുട്ടി ഹെൽപ്ലെസ് ആയിട്ട് അവിടെ ജീവിച്ചു. പഠനം എല്ലാം പോയി, ഒരു റെബലിയസ് മൈൻഡ് ഉള്ളിൽ വെച്ചുകൊണ്ട് അതങ്ങനെ ജീവിക്കാനുണ്ട്. അങ്ങനെ സ്കൂൾ ഫൈനൽ എക്സാമിന് മാർക്ക് ഒന്നും കാര്യമായിട്ടില്ലാതെ പാസ്സാവേണ്ട അവസ്ഥയും വരികയും ചെയ്തു.
നല്ല മാർക്കെല്ലാം കിട്ടിക്കൊണ്ടിരുന്ന വളരെ ഉത്സാഹത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്ത ക്വാർട്ടർലി എക്സാമിനൊക്കെ നല്ല പെർഫോമൻസ് ചെയ്ത കുട്ടിയായിരുന്നു. പക്ഷേ ഈ ഒരാൾ ഇമോഷണൽ ടോർച്ചർ ചെയ്തുകൊണ്ടിരുന്ന ഈ പിതാവിനാണെങ്കിൽ ഒരു ലെറ്റർ എഴുതിയതിൻ്റെ ആശ്വാസത്തിൽ വീട്ടിൽ ജീവിക്കുന്നു, കുട്ടിയുടെ ഈ സ്ട്രഗിള് അറിയുന്നതുമില്ല. അങ്ങനെ ആ SSLC ബുക്കിൻ്റെ കോണ്ടക്ട് സർട്ടിഫിക്കറ്റിൽ കോണ്ടക്ട് വരെ സാറ്റിസ്ഫാക്ടറി എന്ന് എഴുതിയാണ് അവിടെ വിട്ടിട്ടുള്ളത്. ആ ദേഷ്യം, അവരുടെ ആ സാഡിസ്റ്റിക് പ്ലഷർ നിർത്തിയതിൻ്റെ ദേഷ്യം, അങ്ങനെ അവർ ആ കുട്ടിയുടെ അടുത്ത് എടുക്കുകയും ഇവരിത് കാണുന്നത് സ്കൂളിൽ നിന്ന് തിരിച്ചു വന്ന് കോളേജിൽ ചേരാനൊക്കെയുള്ള സമയത്താണ് ഇത് കാണുന്നത്. പിന്നെ ഓരോ സ്ഥലത്തും ഓരോ അഡ്മിഷന് പോകുമ്പോഴും അവർ സർട്ടിഫിക്കറ്റ്സ് മറിച്ച് നോക്കുമ്പോൾ തല കുനിഞ്ഞ് എന്തോ ചെയ്യാത്ത തെറ്റ് എന്തോ ചെയ്ത രീതിയിൽ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ സർട്ടിഫിക്കറ്റൊക്കെ തുറക്കുമ്പം ആ കുട്ടി ഉണ്ടായിരുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഇതൊരു ശുദ്ധൻ ദുഷ്ടൻ്റെ ഫലം ചെയ്തതിൻ്റെ ഒരു ക്ലാസിക് എക്സാമ്പിളാണ് ഈ ഒരു കാണുന്നത്. നമ്മൾ എടുത്തു ചാടി ഒരു കാര്യം പ്രതികരിക്കാതെ വിവേകപൂർവം കാര്യങ്ങളെ സമീപിക്കാൻ നമുക്ക് സാധിക്കണം. വികാരമല്ല, വിവേകമാണ് നമ്മളെ നയിക്കേണ്ടത്. വിവേകപൂർവം ജീവിച്ച് സന്തോഷമായി ജീവിക്കാനുള്ള അവസരം എല്ലാവർക്കുമുണ്ട്. ബിക്കോസ് ഹാപ്പിനെസ് ഈസ് അവർ ബർത്ത് റൈറ്റ്. മൈൻഡ് ബ്യൂട്ടി ഇനി മറ്റു വിഷയമായി അടുത്ത എപ്പിസോഡിൽ. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.